ദ ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ദ ക്രിട്ടിക് ഓൺലൈൻ ചാനൽ വീണ്ടും സജീവമാവുകയാണ്. വയനാട്ടിലെ മഹാദുരന്തത്തിനിരയായവർക്ക് പ്രണാമമർപ്പിച്ചാണ് ദ ക്രിട്ടിക് പുനരാരംഭിക്കുന്നത്. ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് KFRIയിലെ ചീഫ് സയൻറ്റിസ്റ്റ് ഡോക്ടർ TV സജീവ് സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. വയനാട് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്. മരണസംഖ്യ മാത്രമല്ല, മരണത്തിൻ്റെ സ്വഭാവം, ധാരാളം ദൂരത്തേക്ക് മനുഷ്യശരീരങ്ങൾ ഒഴുകി പോകുന്നത്, അത് വെള്ളച്ചാട്ടത്തിലൂടെ വീഴുന്നത്, ശരീരം പല ഭാഗങ്ങളായി മാറുന്നത്, ഭാഗങ്ങൾ വ്യത്യസ്തമായിട്ട് കിട്ടുന്നത്, ധാരാളം അനാഥാക്കപ്പെട്ട മനുഷ്യർ, ഇവരെല്ലാവരും ചേർന്നിട്ട് വളരെ ഭീതിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇതിലേക്ക് എത്തിയ വഴികളെക്കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് എങ്ങനെ പോകണമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ആലോചനകൾ നടക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ കാടിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു ധാരണ, കാടങ്ങനെ അവിടെ നിന്നോളും, അത് സേഫായിട്ട് അവിടെ നിൽക്കും, അതിന് നമ്മുടെ സഹായമൊന്നും ആവശ്യമില്ല, നമ്മുടെ ഇടപെടലില്ലാതിരുന്നാൽ മാത്രം മതി എന്ന് വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു കാട് പോലും മനുഷ്യ സ്പർശം ഏൽക്കാത്തതായിട്ടില്ല. എല്ലാ കാടും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അവിടുന്ന് മരം മുറിച്ചിട്ടുണ്ട്, വലിയ തോതിൽ മരം മുറിച്ചിട്ടുണ്ട്. അവിടെ ധാരാളം റോഡുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. കാട്ടിനെ കുറിച്ചിട്ടുള്ള ഇതുവരെയുള്ള പരാതി, കാട്ടിൽ നിന്ന് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു, അവർ നമുക്ക് വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടാക്കുന്നു, മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു, കൃഷി നഷ്ടപ്പെടുന്നു എന്നുള്ള പരാതിയാണ് കാടിനെക്കുറിച്ച് ഇത്ര നാൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാട്ടിൽ നിന്ന് വെള്ളവും ജലവും പാറയും എല്ലാം ഒഴുകി വന്നിട്ട് കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ഗ്രാമത്തെ ഒന്നടങ്കം എടുത്തു പോകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ കാഴ്ചയാണ്. ചെറിയ തോതിൽ അതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, കാട്ടിലാണല്ലോ ഇത് സംഭവിച്ചത്, അതുകൊണ്ട് നമ്മുടെ ഇടപെടൽ കൊണ്ടല്ല എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ ഉണ്ടാവുക. പക്ഷേ ഇതെന്തുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിയാണ് എന്ന് പറയാൻ കാരണം, 3 വ്യത്യസ്ത തലങ്ങളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന്, അത് ആഗോള തലത്തിലാണ്. മനുഷ്യൻ കൽക്കരി കണ്ടുപിടിച്ച് തുടങ്ങിയതിന് ശേഷം, കൽക്കരി കത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം തന്നെ ഭൂമിയുടെ ചൂട് വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൽക്കരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോവുകയും അത് നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ ഒരു നേരിയ പുതപ്പിൻ്റെ കട്ടി കൂടി വരികയും ചെയ്തതോടുകൂടി തന്നെ ഭൂമിയുടെ ചൂട് പതുക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കൽക്കരിക്ക് ശേഷം നമ്മൾ പെട്രോളിയം കണ്ടുപിടിക്കുന്നു, നാച്ചുറൽ ഗ്യാസ് കണ്ടുപിടിക്കുന്നു. ഇതൊന്നും കത്തിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്പീഷീസായിട്ട് മനുഷ്യൻ മാറിത്തീരുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് ഭൂമിയുടെ ചൂട്, ശരാശരി ചൂട് ഏകദേശം 1 ഡിഗ്രിയോളം വർദ്ധിച്ചു. 1 ഡിഗ്രിയോളം ചൂട് വർദ്ധിക്കുന്ന സമയത്ത് ഇത് ലോകത്ത് എല്ലായിടത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കടൽ തീരത്ത് പ്രശ്നമുണ്ട്, കടൽ ഉയർന്നു വരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെയുള്ള പുതിയ ന്യൂനമർദ്ദങ്ങൾ പല സ്ഥലത്തും വരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ചുഴലിക്കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഹരിക്കെയിൻസ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴയുടെ രീതിയിൽ വലിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആഗോളതലത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇതിനോട് നമുക്കെന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ എന്ത് ശ്രദ്ധിച്ചിട്ടും കാര്യമില്ലല്ലോ, ഇത് ആഗോളതലത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ സംഭവം അങ്ങനെയല്ല. ഇത് നമ്മുടെ ആരോഗ്യം പോലെ തന്നെയാണ് പ്രകൃതിയുടെ ആരോഗ്യം. നമുക്കൊരു അപകടം പറ്റിയാൽ, നമ്മൾ റോഡിലൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ, നമ്മൾ ആശുപത്രിയിൽ എത്തിയാൽ എത്ര പെട്ടെന്ന് നമ്മൾ അവിടുന്ന് റിക്കവർ ചെയ്യും എന്നുള്ളത് ഈ അപകടം നടക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അപകടം നടക്കുന്ന സമയത്ത് പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അതേസമയം ആ സമയത്ത് ധാരാളം അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിക്കവറി വലിയ തോതിൽ സമയമെടുക്കും. ഇതാണ് ആഗോളതലത്തിലുള്ള പാരിസ്ഥിതിക പ്രതിഭാസങ്ങളും പ്രാദേശികമായിട്ടുള്ള ഇടപെടലുകളും തമ്മിലുള്ള ബന്ധം. നമ്മൾ പ്രാദേശികമായിട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥകളെ ഏറ്റവും ആരോഗ്യത്തോടെ സംരക്ഷിച്ചാൽ നമുക്ക് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അഥവാ അപകടം നടന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താനായിട്ട് സാധ്യമാവുകയും ചെയ്യും. കേരളത്തിൽ നമ്മൾ ആ നിലക്കുള്ള അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആ ഭൂഭാഗത്ത് ധാരാളമായിട്ട് മരങ്ങൾ വെട്ടിയിട്ടുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ അത് ബ്രിട്ടീഷുകാരെന്ന് പറയേണ്ടി വരും. അവരുടെ ഭരണത്തിൻ്റെ സമയത്ത് വലിയ തോതിൽ മരം മുറിഞ്ഞു പോയിട്ടുണ്ട്. അതിന് ശേഷം വന്ന കാടുകളാണ് അവിടെ നിൽക്കുന്നത്. ആ കാട്ടിൽ തന്നെ വലിയൊരു പ്രദേശം നമ്മൾ തേക്ക് തോട്ടങ്ങൾക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 75,000 ഹെക്ടറോളം സ്ഥലത്താണ് തേക്ക് മാത്രമായിട്ട് നിൽക്കുന്നത്. അവിടെയുള്ള മണ്ണിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. തേക്കിൻ്റെ ഉൽപ്പാദനക്ഷമത തന്നെ കുറഞ്ഞിട്ടുണ്ട്.
അതുകൂടാതെ ഒത്തിരി സ്ഥലത്ത് നമ്മൾ തോട്ടങ്ങളും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചായത്തോട്ടങ്ങളുണ്ട്, ഏലത്തോട്ടങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ കാടിൻ്റെ വളരെ വ്യത്യസ്തമായ ധാരാളം സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശത്തിനെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ ഒരൊറ്റ സ്പീഷീസ് മാത്രം നിൽക്കുന്ന ഇടങ്ങളായിട്ട് അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യം, ഇത് താഴെയുള്ള മണ്ണിനെ ഉറപ്പിച്ച് നിർത്താനായിട്ട് ഈ ഒരൊറ്റ സസ്യത്തിന് പറ്റില്ല എന്നുള്ളതാണ്. വ്യത്യസ്തമായ തരം സസ്യങ്ങൾ, മരങ്ങൾ, വള്ളികൾ, ചെറിയ ചെടികൾ ഇവരെല്ലാവരും ചേർന്നാണ് അവർ താഴത്തേക്ക് ആഴ്ത്തുന്ന വേരുകളെ വെച്ചുകൊണ്ട് മണ്ണിനെ അതിൻ്റെ താഴെയുള്ള പാറയുമായി ചേർത്ത് പിടിക്കുന്നത്. അത് പോകുന്നതോട് കൂടിയിട്ട് ആ ഒരു ബന്ധം നഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത്, മണ്ണിൻ്റെ ഭാരം കൂടുന്ന സമയത്ത്, പ്രത്യേകിച്ചും അത് ചരിവുള്ളൊരു മേഖലയിലാണെങ്കിൽ അത് കഴിയുന്നത്ര വെള്ളം സ്വന്തം ശരീരത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് ഒരൊറ്റയടിക്ക് തള്ളിപ്പോരുകയും ചെയ്യും. ഈ തരത്തിലുള്ളൊരു പ്രതിഭാസമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതിലേക്ക് എത്തുന്ന നമ്മുടേതായിട്ടുള്ള ധാരാളം വഴികളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കൂടുതലും വാർത്തയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വയനാട് മാത്രമല്ല, നെല്ലിയാമ്പതിയിൽ ഗതാഗതം തടസ്സപ്പെട്ട് കഴിഞ്ഞു, മണ്ണിടിഞ്ഞു കഴിഞ്ഞു. കോഴിക്കോട് പല സ്ഥലത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട്. 2018-ലും 2019-ലെയും കണക്കെടുത്താൽ ധാരാളം സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലിപ്സ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ കാഴ്ചയിൽ പെടുക മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്. അതല്ലാതെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ എക്കോണമിയിൽ, സാമ്പത്തിക അവസ്ഥയിൽ ഏകദേശം നമ്മൾ GDPൻ്റെ 1/3 വരുന്നത് വിദേശത്തു നിന്നുള്ള പണമാണ്. വിദേശത്തു നിന്നുള്ള പണം ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് ചിലവാക്കപ്പെടുന്നത് പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. പുതിയ വീടുകൾ വെക്കാനും മതിൽ കെട്ടാനും പുതിയ സ്ഥാപനങ്ങൾ കെട്ടി ഉയർത്താനും ഒക്കെ തന്നെയാണ് ആ പണം ചിലവഴിക്കുക. ഇതിനു വേണ്ട വിഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഭൂമിയിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഭവങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ ധാരാളം പുതിയ നിർമ്മിതികൾ നടക്കുന്ന സമയത്ത് തന്നെ ശാസ്ത്ര പരിഷത്തിൻ്റെ സർവേ പറഞ്ഞതുപോലെ ഏകദേശം 11 ലക്ഷത്തിലേറെ വീടുകൾ കേരളത്തിൽ പൂട്ടിക്കിടക്കുകയാണ്, ആരും താമസിക്കാനില്ലാതെ കിടക്കുകയാണ്. ഇതേ സമയം തന്നെ പുതിയ നിർമ്മാണങ്ങൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ ധാരാളം പഴയ വീടുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പഴയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അത് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മളിപ്പോഴും തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോഴും ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആണ് നിർമ്മിതി നടത്തുന്നത്. പുഴയിലുള്ള മണൽ വരുന്നത് നമ്മൾ നിർത്തുകയും മറിച്ച് പാറയെ നേരിട്ട് തന്നെ പാറപ്പൊടിയായിട്ട് മാറ്റുന്ന, മണലാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ നടപ്പിലാക്കുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് വലിയ തോതിൽ പാറ ഖനനം കേരളത്തിൽ നടക്കാൻ തുടങ്ങി. പാറ ഖനനത്തിൻ്റെ ഒരു പ്രശ്നം പലപ്പോഴും ആളുകൾ ആലോചിക്കുക, ആ ഒരു പാറ പൊട്ടിച്ചുകൊണ്ടാണോ ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായെന്നുള്ള നേർബന്ധം ഉണ്ടാകാതിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഓരോ പ്രാവശ്യം ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്തും അതുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ പാറയിലൂടെ ധാരാളം ദൂരം സഞ്ചരിക്കും. അത്തരത്തിലുള്ള പ്രകമ്പനങ്ങൾ ഏറ്റവും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുക വജ്രത്തിനകത്തൂടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് കരിങ്കല്ലിനകത്തൂടെയാണ്, ഗ്രാനൈറ്റിൻ്റെ ഉള്ളിലൂടെയാണ്. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. അത് മണ്ണും അത് പാറയും തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കുന്നുണ്ടാവും. പാറയിൽ തന്നെ അത് വിള്ളലുകൾ ഉണ്ടാക്കും. ആ വിള്ളലുകളിലൂടെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം താഴേക്ക് പോകാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. പാറ അതിൻ്റെ സ്വന്തം ഘടനയിൽ നിന്നും വ്യത്യസ്തമായി അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക്, പൊടിയുന്ന അവസ്ഥയിലേക്ക് മാറിത്തീരാം. ഇത് ധാരാളം ദൂരത്തേക്ക് സഞ്ചരിക്കാവുന്നൊരു പ്രതിഭാസമാണ് പാറ പൊട്ടിക്കുക എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിട്ട് അത് സ്വകാര്യ മേഖലയിലാണ് നടക്കുന്നത്. എനിക്കും എപ്പോഴും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് പൊട്ടിക്കുന്ന ലാഭം ചില സ്വകാര്യ വ്യക്തികളുടേത് മാത്രമേ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഇതിവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും സ്വത്താണ്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിൻ്റെ സ്വത്താവേണ്ട ആവശ്യമുണ്ട്. പണ്ട് നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട്, മദ്യവിൽപ്പന നമ്മൾ സ്വകാര്യ മേഖലയിൽ നിന്ന് എടുത്തു മാറ്റി പൂർണ്ണമായും പൊതുമേഖലയിലേക്ക് മാറ്റിയൊരു കാലമുണ്ട്. കേരളത്തിൽ വിഷമദ്യ ദുരന്തമൊക്കെ അതിന് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് ഇന്ന് സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നൊരു മേഖലയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റിനെ സംബന്ധിച്ച് ധാരാളം പണച്ചെലവുണ്ടാകുന്ന സമയമാണ്. സ്റ്റേറ്റ് അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം കേരളത്തിലെ പാറ ഖനനം എന്നുള്ളത് പൊതുമേഖലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അത് സർക്കാർ നേരിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പണം സ്വന്തമായിട്ട് സ്വരൂപിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ചില സ്വകാര്യ വ്യക്തികളുടെ മാത്രം ലാഭത്തിലേക്ക് അത് പോവുകയും ഭരണകൂടങ്ങളുടെ ഇടപെടലിനകത്തുള്ള ഒരു പ്രശ്നം ഏതൊരു ഭരണകൂടം എടുത്താലും, ഇപ്പം അമേരിക്കൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് അവിടെയുള്ള ഓയിൽ കമ്പനികളാണെന്ന് എല്ലാവർക്കും അറിയാം.
അവരുടെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് അമേരിക്കൻ ഭരണകൂടത്തിന് പോകാനാവില്ല. ഏതൊരു ഭരണകൂടത്തെയും നിലനിർത്തുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും ആസ്തിയുള്ള മനുഷ്യരാണ്. അത് ദേശീയ സർക്കാരായാലും ശരി, പ്രാദേശിക സർക്കാരുകളൊക്കെ ആയാലും അങ്ങനെ തന്നെ ഓക്കെ. അവരുടെ അടുത്താണ് പണമുള്ളത്. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ഷന് മത്സരിക്കുന്നത്. അങ്ങനെയാണ് വിജയിച്ചു വരുന്നത്. സ്വാഭാവികമായിട്ട് അവർ പറയുന്നത് കേൾക്കേണ്ട അവസ്ഥയുണ്ടാവും. ഇത് പാറമടകൾ ഉണ്ടാക്കുന്ന പ്രധാന പ്രശ്നം പരിസ്ഥിതിക പ്രശ്നമായിരിക്കെ തന്നെ രണ്ടാമത്തെ പ്രധാന പ്രശ്നം ഈ പാറമടകൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ വല്ലാതെ പുച്ഛിക്കുന്നു എന്നുള്ളതാണ്. ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പറയും, പ്രാദേശികമായിട്ടുള്ള സമരങ്ങൾ വരുന്നുണ്ട് കോറികൾക്കെതിരെ. ആ സമരങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദ്യം അതിനോട് ചേർന്ന് നിൽക്കുകയും പതുക്കെ പിൻവാങ്ങുകയും ധാരാളം പണം വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം പിന്തിരിഞ്ഞു പോവുകയും ജനങ്ങളെ അനാഥമാക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പണമാണ് തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് വരുന്ന സമയത്ത് അത് ജനാധിപത്യത്തിൻ്റെ കടക്കലാണ് കത്തിവെക്കുക. ജനങ്ങളുടെ അഭിപ്രായം അല്ല അവിടെ നടപ്പിലാവുക. ആ തരത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് പാറ ഖനനം എന്നുള്ളത് പൊതുമേഖലയിലേക്ക് ആക്കേണ്ട ആവശ്യമുണ്ട്. അത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസൃതമായി മാത്രം നടക്കുന്നൊരു സംവിധാനമായിട്ട് അത് മാറേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തേക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് വീട് വെക്കണമെങ്കിൽ, അയാൾക്ക് തേക്ക് വാങ്ങണമെങ്കിൽ പണ്ടത്തെ പോലെ ലേലത്തിൽ പങ്കെടുത്ത് വലിയ അളവ് തേക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അയാളുടെ വീടിൻ്റെ പ്ലാനുമായി പോയി കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള തേക്ക് മാത്രം വാങ്ങാനുള്ള സംവിധാനം ഇന്ന് വനംവകുപ്പ് ഒരുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വീട് വെക്കേണ്ട ആൾക്ക് വേണ്ട പാറ സർക്കാരിൽ നിന്ന് തന്നെ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ഇത് മാറുന്നതുകൊണ്ട് പല പല ഉപകാരങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാം. അതെവിടെ വരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് സർക്കാരിന് വലിയൊരു വരുമാന സ്രോതസ്സായിട്ട് അത് മാറുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം റോഡുകളുടെ നിർമ്മാണമാണ്. ഇപ്പോൾ പുതിയ ധാരാളം മെഷീനറികൾ അവൈലബിൾ ആയതോടുകൂടി തന്നെ നമുക്ക് എവിടെയും എന്ത് മാറ്റവും വരുത്താൻ പറ്റുന്നൊരു ശേഷി മനുഷ്യൻ നേടിക്കഴിഞ്ഞു. പക്ഷേ അത് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ട് നമ്മൾ കാണുന്നത് റോഡ് നിർമ്മാണത്തിലാണ്. ചരിവുള്ള മലകളിലെ ചരിവിലൂടെ നേരെ നമ്മൾ JCB കൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന റോഡുകളൊക്കെ തന്നെ അതിൽ തൊട്ട് മുകളിലേക്കുള്ള ധാരാളം മണ്ണിനെയും പാറകളെയും അസ്ഥിരപ്പെടുത്തുക ചെയ്യുക. അതും മഴ കൂടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്കാതെ താഴേക്ക് വരും. മേഘങ്ങളുടെ സ്വഭാവം, മഴയുടെ സ്വഭാവം എല്ലാം മാറിക്കഴിഞ്ഞു. കേരളത്തിൽ വളരെ നനുത്ത മഴ, ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന മഴ പെയ്ത കാലങ്ങളുണ്ടായിരുന്നു. ആ കാലം പോയി കഴിഞ്ഞു. ഇന്ന് ഒരേ സമയം കേരളത്തിൽ മുഴുവൻ മഴ പെയ്യുന്നില്ല. മഴ പെയ്യുന്നത് ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ്. അവിടെയുള്ള മേഘങ്ങളുടെ സ്വഭാവമാണെങ്കിൽ വളരെ ഹൊറിസോണ്ടലായിട്ടുള്ള മേഘങ്ങൾക്ക് പകരം വേർട്ടിക്കലായിട്ടുള്ള നല്ല ഉയരമുള്ള മേഘങ്ങളുണ്ടാവുക. 10-12 കിലോമീറ്ററുള്ള ദൂരത്തേക്ക് ഒരു സിലിണ്ടർ പോലെ ഉയർന്നു നിൽക്കുന്ന കാർമേഘമാണ് പെട്ടെന്ന് മഴയായിട്ട് പെയ്തിറങ്ങുന്നത്. മഴത്തുള്ളികളുടെ വലിപ്പം കൂടിയിട്ടുണ്ട്, പെയ്തിറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അത് ഏത് പ്രദേശങ്ങളാണ്, എവിടെയാണ് അതിവൃഷ്ടി വരാൻ പോകുന്നത് എന്ന് പ്രവചിക്കുന്ന കാര്യത്തിൽ നമ്മളിപ്പോഴും കൃത്യതയിൽ എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ മഴയെ നമ്മൾ പ്രതീക്ഷിക്കണം. ഓഗസ്റ്റ് മാസം കേരളത്തെ സംബന്ധിച്ചിട്ട് എപ്പോഴും പേടിപ്പിക്കുന്നൊരു മാസമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ മാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രാദേശിക ആവാസ വ്യവസ്ഥകളെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഗാഡ്ഗിലിനെ കുറിച്ചിട്ടാണ്. ഓരോ പ്രകൃതി ദുരന്ത കേരളത്തിൽ വരുന്ന സമയത്തും ആളുകൾ പറയുന്നൊരു പേരാണ് മാധവ് ഗാഡ്ഗിൽ എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വീണ്ടും വീണ്ടും അത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൂട്ടർ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. മറ്റു ചില ആളുകൾ ആ പേര് തന്നെ ശരിയല്ല, അങ്ങനൊരു ആ റിപ്പോർട്ട് ഇനി നമ്മൾ വായിക്കുക പോലും ചെയ്തെന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. വേറൊരു വിഭാഗം അതിൽ ചില നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് നടപ്പിലാക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വളരെ ചുരുക്കത്തിൽ എന്താണ് ആ റിപ്പോർട്ടുമായി ശേഷം നടന്ന കാര്യങ്ങളെന്നും കൂടി പറയാൻ ശ്രമിക്കുക. സത്യത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത്, ശരിയായി പറഞ്ഞാൽ വെസ്റ്റേൺ ഘട്ട് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ട് എന്നുള്ളത് ഒരു പണി തീരാത്ത റിപ്പോർട്ടാണ്. ഇപ്പോഴും അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിന് ആ റിപ്പോർട്ട് സമർപ്പിക്കുക പറഞ്ഞത് ഈ പഠനം നടത്താൻ ആവശ്യമായിട്ടുള്ള സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഈ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളെ ഈ റിപ്പോർട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൃത്യമായ അതിരുകൾ തീരുമാനിക്കേണ്ടത് പ്രാദേശികമായിട്ടാണ്. പ്രാദേശികമായിട്ട് നാട്ടിലുള്ള ഓരോ വാർഡിലും നടക്കുന്ന ഗ്രാമസഭകളിലാണ് ഇതിൻ്റെ അതിർത്തി കൃത്യമായി തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാണ് ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്.
ആ ഒരു പ്രവൃത്തി ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. വേറൊരിതിൽ പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ രീതിശാസ്ത്രം, ഇങ്ങനെയാണ് സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ കൃത്യമായ അതിരുകൾ പ്രാദേശികമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് ഗ്രൗണ്ട് ട്രൂത്തിങ് നടത്തി ഫൈനലൈസ് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ആ റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പശ്ചിമഘട്ട മേഖലകളെ ആകെ തന്നെ 9 കിലോമീറ്റർ ഇൻറ്റു 9 കിലോമീറ്റർ ഗ്രിഡുകളാക്കി തിരിച്ചുകൊണ്ട് ഓരോ ഗ്രിഡിൻ്റെയും സവിശേഷത അടയാളപ്പെടുത്തിക്കൊണ്ട് അതിനൊരു വാല്യൂ കൊടുക്കുകയും ആ ഓരോ ഗ്രിഡിനും കിട്ടുന്ന വാല്യൂ സ്വാഭാവിക വനത്തിന് കിട്ടുന്ന വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഒപ്പമാണെങ്കിൽ അതിന് ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 1 ആയിട്ട് ഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള വാല്യൂ കിട്ടുന്നതിനെ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 2 ആയിട്ടും പിന്നെ അതിന് താഴെയുള്ളത് 3 ആയിട്ടും ഡിഫൈൻ ചെയ്തു. ഇങ്ങനെ ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു കൺസർവേഷൻ സംവിധാനമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ഗ്രേഡഡ് ആയതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സോണിൽ ഏറ്റവും ഫ്രജൈലായിട്ടുള്ള ഒന്നാമത്തെ സോണിൽ നമുക്ക് ഖനനം പോലെയുള്ള പ്രവൃത്തികൾ സാധ്യമല്ല. പക്ഷെ നമുക്ക് ഖനനം മറ്റ് സോണുകളിൽ സാധ്യമാണ്. ഒരു കാര്യവും പാടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത് എവിടെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി ചെയ്തത്. അതിനുശേഷം മുന്നേ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ വില്ലേജുകളെ ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ അതിൻ്റെ കൃത്യമായ അതിരുകൾ തീരുമാനിക്കേണ്ടത് പ്രാദേശിക സമൂഹമാണ്, ഗ്രാമസഭയാണ്, ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണ് വെസ്റ്റേൺ ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ട്. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് ഏറ്റവും ആദ്യം ബാധിക്കുക ഖനനത്തെയാണെന്ന് മനസ്സിലാവുകയും ഖനന ലോബികൾ അതിനെതിരെ വലിയ ശക്തമായ രംഗത്ത് വരികയും ആരൊക്കെയാണോ ഖനി ലോബികളുടെ പണം വാങ്ങുന്നത് അവരെല്ലാവരും, അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മതസംഘടനകളുണ്ട്, അവരെല്ലാവരും റിപ്പോർട്ടിനെതിരെ തിരികുകയും വലിയ തോതിലെ ബഹളമാണ് ആ റിപ്പോർട്ടിനെതിരെ ഉണ്ടായത്. ആ ബഹളം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഡോക്ടർ കസ്തൂരിരംഗൻ്റെ പേരിൽ മറ്റൊരു കമ്മിറ്റി ഫോം ചെയ്തു. അവർ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ സ്പേസിനെ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, സംരക്ഷിക്കേണ്ട പ്രദേശത്തിൻ്റെ വിസ്തീർണം കുറയ്ക്കുക മാത്രമല്ല അവർ ചെയ്തത്, അവർ വ്യത്യസ്തമായ 3 ക്ലാസ് എന്നുള്ളത് എടുത്തു കളയുകയും ചെയ്തു. എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ എന്ന് മാത്രമാക്കി, ഒന്നില്ലെങ്കിൽ സോണിലാണ് അല്ലെങ്കിൽ സോണല്ല, ഇങ്ങനെ 2 ക്ലാസ്സസേ ആ റിപ്പോർട്ടിലുള്ളൂ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ അതിന് പുറത്തുള്ള മേഖലയുണ്ട്. ഇവിടെ കസ്തൂരിരംഗനിലേക്ക് വരുന്ന സമയത്ത് ആകെ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോണും അല്ലാത്ത സ്ഥലം മാത്രമായിട്ട് അത് ചുരുങ്ങി, അതിൻ്റെ വിസ്തീർണം കുറയുകയും ചെയ്തു. കേരളം മാത്രമായിട്ട് ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് വുമൻ വി വുമൻ ൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ കമ്മിറ്റി 3 അംഗ കമ്മിറ്റി ചേർന്നുകൊണ്ട് വീണ്ടും ഈ പ്രദേശത്തെ ചുരുക്കാനുണ്ടായത്. സത്യത്തിൽ ആ പ്രദേശത്ത് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പ്രദേശത്ത് ജീവിക്കുകയാണ് ഏറ്റവും സുരക്ഷിതം. നമ്മൾ ചെയ്തത് അതല്ല, അത് ഏറ്റവും അസ്ഥിരമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ സംരക്ഷണ പ്രവർത്തനങ്ങളെ മാറ്റി തീർക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2ാമത്തെയും 3ാമത്തെയും ഘട്ടത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലൂടെയും വുമൻ വി കമ്മിറ്റി റിപ്പോർട്ടിലൂടെയും ചെറുതാക്കി മാറ്റിയ ഇത്ര സ്ഥലം മാത്രം മതി, അത് വന്ന് ഫോറസ്റ്റ് ഏരിയ മാത്രം മതി നമുക്ക് സംരക്ഷിക്കേണ്ടെന്ന നിലയിലേക്ക് അതെത്തുകയും ആ റിപ്പോർട്ടാണ് കേരളം കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പറഞ്ഞിട്ട് തിരിച്ച് അയച്ചിട്ടുണ്ട്. ഇത് മതിയാവില്ല. സത്യത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പണി പൂർത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. അത് പശ്ചിമഘട്ട മലനിരകൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പ്രദേശത്തേക്ക് അത് വ്യാപിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കടൽ തീരം മുതൽ ഇടനാട് മുതൽ, ഇടനാട്ടിലൊക്കെ തന്നെ ധാരാളം സ്ഥലങ്ങളിലാണ് വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അവിടെയും 9 കിലോമീറ്റർ ഇൻറ്റു 9 കിലോമീറ്റർ എന്നുള്ള ഗ്രിഡ് സൈസ് കുറച്ചുകൊണ്ട് കുറച്ചും കൂടി സവിശേഷമായ കാര്യങ്ങളെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് കേരളം മുഴുവൻ തന്നെ ആ തരത്തിലുള്ളൊരു സയൻറ്റിഫിക് എക്സസൈസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള മാനവശേഷി, ശാസ്ത്ര സാങ്കേതിക മാനവശേഷി നിറയെയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്, ശാസ്ത്ര സ്ഥാപനങ്ങൾ. അത്ര തന്നെ സ്ഥാപനങ്ങൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാനാവില്ല. ഇപ്പം ദേശീയ തലത്തിലുള്ള ശാസ്ത്ര സ്ഥാപനങ്ങൾ ധാരാളം കാണുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. കൽക്കട്ടയിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ധാരാളം സ്ഥാപനങ്ങൾ. പക്ഷേ ആ സ്ഥാപനങ്ങളുടെ ഒന്നും സേവനം ബംഗാളിൽ കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവരെല്ലാവരും തന്നെ ദേശീയ സ്ഥാപനങ്ങളാണ്. കേരളം അങ്ങനെയല്ല. കേരളത്തെക്കുറിച്ച് സവിശേഷമായി പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ആ മാനവശേഷി ഇവിടെയുണ്ട്. ആ മാനവശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ പ്രദേശത്തെയും പഠിക്കുകയും അവിടുത്തെ പ്രകൃതി ദുരന്ത സാധ്യതകൾ കണ്ടെത്തുകയും അതനുസരിച്ച് സോണുകളായിട്ട് തിരിക്കുകയും ചെയ്യുക കൂടി വേണം. എന്നാൽ മാത്രമേ മലയാളിയെ സംബന്ധിച്ചിട്ട് സുരക്ഷിതമായിട്ട്
ജീവിക്കാനും ഉറങ്ങാനും ഒക്കെ പറ്റുന്നൊരു കാലം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.